ഹേ ഗൈസ്, അപ്പോൾ നീറ്റിനെ പറ്റി കുറച്ചധികം ഡൗട്ട് എന്നോട് ചോദിക്കാറുണ്ട്. അതിൽ കുറച്ച് കോമൺ ഡൗട്ട്സ് ഞാൻ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, നമുക്കത് ക്ലിയർ ആക്കാം. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ വരുന്ന ചോദ്യം, ഡെയിലി എത്ര മണിക്കൂർ ഇന്ന് പഠിക്കണം? എൻ്റെ അഭിപ്രായത്തിൽ ഡെയിലി എത്ര മണിക്കൂർ പഠിക്കണമെന്ന് നോക്കണ്ട, എത്ര കണ്ടന്റ് പഠിക്കണമെന്ന് നോക്കിയാൽ മതി. ബിക്കോസ് നിങ്ങൾ ചിലപ്പോൾ 10 മണിക്കൂറൊക്കെ ഇരിക്കും, പക്ഷെ ആകെ 2 ചാപ്റ്ററൊക്കെ തീർക്കുള്ളൂ. പക്ഷെ അതിനേലും ബെറ്റർ ആവുക നിങ്ങൾ 5 മണിക്കൂർ ഇരുന്നാലും 3 ചാപ്റ്റർ തീർക്കണം. സോ ഫോക്കസ് ഓൺ ഹൗ മച്ച് യു ഹാവ് ടു സ്റ്റഡി. പിന്നെ ചോദിക്കണ കാര്യമാണ്, പഠിക്കാൻ മോട്ടിവേഷൻ ഇല്ല, എന്താ ചെയ്യാന്ന്? നീറ്റ് പോലുള്ള ഒരു എക്സാം, ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് മോട്ടിവേഷൻ അല്ല വേണ്ട, ഡിസിപ്ലിൻ ആണ് വേണ്ട. ബിക്കോസ് ഇത് ഓവർ 1 ഇയർ നടക്കുന്ന ഒരു എക്സാം ആണ്. ഇപ്പോൾ ഒരു അടുത്ത മാസം നടക്കുന്ന ഒരു എക്സാം ഒക്കെ ആണെങ്കിൽ മോട്ടിവേഷൻ ഒരു റോൾ ഉണ്ട്. പക്ഷെ ഇത്രയും ലോങ് എക്സാമിന് മോട്ടിവേഷൻ അല്ല, ഡിസിപ്ലിൻ വേണം. നിങ്ങൾ ഡെയിലി ഇരുന്ന് പഠിക്കണം. അത് എത്ര ബുദ്ധിമുട്ടാണെങ്കിലും ഇരുന്ന് പഠിച്ചേ പറ്റുള്ളൂ. ബിക്കോസ് നിങ്ങൾ പഠിക്കാണ്ടിരിക്കണം. ഓരോ മണിക്കൂറും വേറെ ലക്ഷക്കണക്കിന് ആൾക്കാർ ഇരുന്ന് പഠിക്കുന്നുണ്ടോ? പിന്നെ ഒരു സിമിലർ ആയുള്ള ചോദ്യമാണ്, പ്രൊക്രാസ്റ്റിനേഷൻ എങ്ങനെ ഒഴിവാക്കും? പഠിക്കാൻ ആഗ്രഹമുണ്ട്, ബട്ട് പഠിക്കാൻ പറ്റുന്നില്ല, ഞാൻ എന്ത് ചെയ്യുന്നു? അതിലെനിക്ക് പറയാനുള്ള ഒരു കാര്യം, നിങ്ങളുടെ ഗോൾ നീറ്റ് ക്രാക്ക് ചെയ്ത് ഡോക്ടർ ആവണം എന്നാണെങ്കിൽ നിങ്ങൾ ഇരുന്ന് പഠിക്കും. അത്രയും ഹങ്കർ ഉള്ള ഒരാൾ മാത്രമേ നീറ്റ് ക്രാക്ക് ചെയ്യുള്ളൂ. ഈസിലി ഡിസ്ട്രാക്റ്റഡ് ആണെങ്കിൽ നീറ്റ് ഒരിക്കലും ക്രാക്ക് ചെയ്യാൻ പറ്റില്ല. സോ കീപ് ദാറ്റ് ഇൻ മൈൻഡ്. പിന്നെയുള്ള ഒരു കൺസേൺ ആണ്, എനിക്ക് 22 വയസ്സായി, എനിക്ക് 23 വയസ്സായി, ഞാൻ നീറ്റ് എഴുതി കയറി കഴിഞ്ഞാൽ കോളേജിൽ ഒറ്റപ്പെടുമെന്ന്. അതിൽ ഞാൻ കണ്ട കാര്യങ്ങൾ വെച്ച് പറയാം. ഞാൻ ഫസ്റ്റ് ഇയർ പഠിക്കുമ്പോൾ എനിക്ക് 19 വയസ്സായിരുന്നു. എൻ്റെ ബാച്ചിൽ എന്നേലും ഏജ് ആയ കുറേ ആൾക്കാരുണ്ട്. 21 വയസ്സ്, 22 വയസ്സ്, ചിലവർ 25, 26 വയസ്സുള്ള ആൾക്കാരുണ്ട്. അതെന്താ വെച്ച് കഴിഞ്ഞാൽ കുറച്ചൊരു ആയുർവേദ്യം ഹോമിയോ കഴിഞ്ഞിട്ട് വരുന്നവരുണ്ട്. സോ ഏജ് ഒരു കുഴപ്പമാണ് തോന്നുന്നില്ല. പക്ഷേ യുജിയും പിജിയും കഴിയാൻ മിനിമം 9 to 10 ഇയേഴ്സ് എടുക്കും. സോ ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി കിട്ടാൻ കുറച്ച് ടൈം എടുക്കും. സോ അത് നിങ്ങൾക്കൊരു കുഴപ്പമല്ലെങ്കിൽ ഏജ് ഒരു കുഴപ്പമല്ല. പിന്നെയുള്ള ഒരു ഡൗട്ടാണ്, ഞാൻ ഒരു ആവറേജ് സ്റ്റുഡൻ്റ് ആണ്, എന്നെ കൊണ്ട് നീറ്റ് ഇറാക്കാൻ പറ്റുമെന്ന്. ഒരു ആവറേജ് സ്റ്റുഡൻറ്റും ഒരു ബ്രില്യൻ സ്റ്റുഡൻറ്റും തമ്മിലുള്ള ഡിഫറൻസ് എത്ര മണിക്കൂറിൽ ഒരു സാധനം പഠിക്കാൻ പറ്റും എന്നുള്ളതാണ്. ആവറേജ് സ്റ്റുഡൻസിന് കുറച്ചധികം ടൈം എടുക്കും, അത്ര ഒരു ഡിഫറൻസ് ചെയ്യുന്നുള്ളൂ. സോ നിങ്ങൾ ടൈം ഇൻവെസ്റ്റ് ചെയ്യാൻ റെഡി ആണെങ്കിൽ നിങ്ങളെ കൊണ്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് വൺ വന്നിട്ട്, എത്ര പഠിച്ചിട്ടും മാർക്ക് കൂടുന്നില്ല, സോ ഇനി എന്ത് ചെയ്യുന്നത്? ഇതിന് കുറേ പോസിബിലിറ്റീസ് ഉണ്ട്. ഒന്ന് വന്നിട്ട് നിങ്ങൾ പഠിക്കുന്ന രീതി തെറ്റായിരിക്കും. നിങ്ങൾക്ക് ചിലപ്പോൾ ടൈം മാനേജ് ചെയ്യാൻ അറിയണ്ടാവില്ല, ചിലപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്തിട്ടൊരു എക്സ്പീരിയൻസ് ഉണ്ടാവില്ല. അങ്ങനെ കുറേ പോസിബിലിറ്റീസ് ഉണ്ട്. സോ നിങ്ങൾ ഇതിൻ്റെ റൂട്ട് കോസ് എന്താണെന്ന് കണ്ടുപിടിച്ച് അത് മാറ്റാൻ നോക്കുക. അല്ലാണ്ട് കൂടുതൽ പഠിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. പിന്നെ അത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ, 1 മാസം പഠിച്ചു കഴിഞ്ഞാൽ നീറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റുമോ? ഇതിന് ഒരേ ഒരു ആൻസറേ ഉള്ളൂ, No! 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 ഇനി വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻസിൽ ചോദിച്ചോളൂ, ഞാൻ പറഞ്ഞുതരാം. അപ്പം ബൈ ഗൈസ്.